തമിഴ്നാടിൽ ട്വിസ്റ്റും ആന്റി ക്ലൈമാക്സും. തൃച്ചി ഈസ്റ്റിൽ തൃഷ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. TVK സ്ഥാനാർത്ഥിയായിട്ട് തൃഷ തൃച്ചി ഈസ്റ്റിൽ എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം. കാരണം സ്വാഭാവികമായിട്ടും അവിടെ ബൈ ഇലക്ഷൻ സംഭവിക്കും. കാരണം വിജയ് 2 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്. ഒന്ന് പെരമ്പൂരിലും ഒന്ന് തൃച്ചി ഈസ്റ്റിലും. രണ്ടിലും ബഹുഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് വിജയ് 2 മണ്ഡലങ്ങളിലും ജയിച്ചത്. അത് പെരമ്പൂർ നിലനിർത്താനാണ് വിജയുടെ സാധ്യതകൾ എന്നുള്ള കണക്കുകൂട്ടലിൽ നിൽക്കുമ്പോൾ TVKക്ക് തൃച്ചി ഈസ്റ്റിൽ ഒരു സ്ഥാനാർത്ഥിയെ വേണം. ആ സ്ഥാനാർത്ഥി ആര്? അത് തൃഷയാണ്. യെസ്, തൃഷ തൃച്ചി ഈസ്റ്റിൽ TVK സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ എത്തുമ്പോഴേക്കും അതിന് സിനിമാപരമായും രാഷ്ട്രീയപരമായിട്ടുമൊക്കെ ഒരുപാട് ആംഗിളുകളുണ്ട്. ഇന്നലെ തൃഷയുടെ പിറന്നാളായിരുന്നു, മെയ് 4-ാം തീയതി. തൃഷ രാവിലെ തിരുപ്പതിയിലേക്ക് പോകുന്നു. തിരുപ്പതിയിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും TVK ഇവിടെ മത്സരിച്ച് ജയിച്ചതായി മനസ്സിലാക്കിയ തൃഷ നേരെ എത്തുന്നത് വിജയുടെ വീട്ടിലേക്കാണ്. അപ്പോഴേക്കും സെക്യൂരിറ്റി ചുറ്റും ആ വിജയുടെ വീട്ടിന് മുറ്റമുണ്ടായിരുന്നു, ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. അവിടേക്കാണ് തൃഷയുടെ റേഞ്ച് റോവർ കാർ എത്തുന്നത്. തൃഷ വിജയുടെ വീട്ടിലേക്ക് പോകുന്നു. 40 മിനിറ്റ് നേരത്തോളം ആ വസതിയിൽ ഉണ്ടാകുന്നു. പിന്നീട് തൃഷ ഇറങ്ങി വരുന്നു. അതിനുശേഷം വിജയും ഇറങ്ങി പോകുന്നു. വൈകുന്നേരത്തിന് ശേഷം തൃഷയും വിജയും തമ്മിൽ കണ്ടുമുട്ടുമ്പോഴേക്കും സംസാരിച്ചിരിക്കുന്നത് എന്തെല്ലാം. സ്വാഭാവികമായിട്ടും വിജയും തൃഷയും തമ്മിൽ ഒരു അവിഹിത ബന്ധം ഉണ്ടാകുമെന്നുള്ള രീതിയിൽ ഇതിനു മുൻപേ തന്നെ ചില ഓൺലൈൻ മാധ്യമങ്ങളിലും റിപ്പോർട്ടുകളിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ നടി തൃഷയാണെന്ന് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളുണ്ട്. കാരണം ആ നടി എന്ന് പറയാൻ കാരണം വിജയുടെ ഭാര്യയായ സംഗീത ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഡിവോഴ്സ് പെറ്റീഷനിൽ ഒരു നടിയുമായി വിജയ്ക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ കൃത്യമായി പറഞ്ഞിരുന്നു. ആ നടി തൃഷയാണെന്നുള്ള ചോദ്യചിഹ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ഡിവോഴ്സ് പെറ്റീഷൻ മാധ്യമങ്ങൾക്ക് വന്ന് കൃത്യം 5 ദിവസങ്ങൾക്ക് ശേഷം വിജയും തൃഷയും ഒരുമിച്ച് ഒരു റിസപ്ഷൻ വേദിയിൽ ഒരേ കാറിലെത്തിയതും വലിയ വാർത്തയായി മാറി. പിന്നാലെ വന്നിരുന്നു പല കാര്യങ്ങളും. തൃഷ വോട്ട് ചെയ്യാൻ പോയതിനു ശേഷം തൃഷ ഇട്ടിരുന്ന ഇൻസ്റ്റഗ്രാം പോസ്റ്റിന്റെ പാട്ട് ഗില്ലി എന്ന സിനിമയിലെ പാട്ടാണ്. അതിൽ തന്നെ തൃഷ TVKക്കൊപ്പമാണ് നിൽക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള സൂചനകളായിരുന്നു. ഇപ്പോഴിതാ TVKയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരെ തൃഷ നിൽക്കാൻ പോവുകയാണ്. ഒരു 10-15 മുന്നേ ഉള്ള ഇന്റർവ്യൂവിൽ തൃഷയുടെ ഒരു അഭിമുഖത്തിൽ തൃഷ പറഞ്ഞിരുന്നു, എൻ്റെ ആഗ്രഹം 15 വർഷത്തിന് ശേഷം തമിഴ്നാട് CM ആവുക എന്നുള്ളതാണ്. അപ്പോൾ ആങ്കർ കളിയാക്കി. അപ്പോൾ തൃഷ പറഞ്ഞു, കളിയാക്കണ്ട, ഞാൻ സത്യമായിട്ടും പറഞ്ഞതാണ് എനിക്ക് തമിഴ്നാട് CM ആകണം എന്നുള്ളത്. ആ റൂട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്നുള്ള സ്വാഭാവികമായിട്ട് ചോദ്യം നിൽക്കുകയാണ്. തൃച്ചി ഈസ്റ്റിൽ വിജയ് നിന്നതുകൊണ്ടാണോ ഇത്രയധികം വോട്ടുകൾ കിട്ടിയത്? നേരെ മറിച്ച് വേറെ ആരെങ്കിലും നിന്നിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു എന്ന ചോദ്യത്തിന് ഞാൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പറയാം. 107 സീറ്റ് TVK കിട്ടിയതിൽ 2 സീറ്റ് മാത്രമാണ് വിജയമുള്ളത്. ബാക്കി 105 സീറ്റും ആരൊക്കെയോ ആണ്. അവർക്കൊക്കെ ജയിച്ചു കയറാൻ കഴിയുമെങ്കിൽ തൃച്ചി ഈസ്റ്റിൽ നിങ്ങൾ തൃഷയെ കൊണ്ട് നിർത്തിയാൽ തൃഷ ജയിച്ചിരിക്കും. കാരണം TVK ഓൾറെഡി ജയിച്ചതാണ്. വിജയ് നിന്ന മണ്ഡലമാണ്, വിജയ് ജയിച്ചതാണ്. അതുകൊണ്ട് തന്നെ തൃഷ നിന്നാൽ സ്വാഭാവികമായിട്ടും തൃഷ ജയിക്കും. അവിടെയാണെങ്കിൽ TVKയുടെ മാറ്റങ്ങൾ എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. അതായത് വിജയ് മുഖ്യമന്ത്രിയും തൃഷ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയാവോ, അതോ വിജയ് മുഖ്യമന്ത്രി തൃഷ ആഭ്യന്തരമന്ത്രിയാവോ അറിയില്ല. എങ്ങനെയാണ് TVK മാറ്റിയെടുക്കാൻ പോകുന്നതെന്ന് അറിയില്ല. കാരണം TVKക്ക് അവർക്ക് ഭരണം വേണമെങ്കിൽ ഇനിയും അവർക്ക് 10 പേർ വേണം. ആ 10 പേരെ 2 ആഴ്ചയ്ക്കുള്ളിൽ കൊണ്ടുവരാം എന്നാണ് ഗവർണർക്ക് കൊടുത്തിരിക്കുന്ന കത്തിൽ TVK പറയുന്നത്. അതായത് ആ ഗവൺമെന്റ് രൂപീകരിക്കാൻ 118 എന്ന മാജിക്കൽ നമ്പറിലേക്ക് TVK എത്തണമെങ്കിൽ ഇനിയും അവർക്ക് ആളുകൾ വേണം, സപ്പോർട്ട് വേണം. അലയൻസുകൾ ആർക്കൊപ്പമായിരിക്കും TVK നടത്താൻ പോകുന്നതെന്നുള്ള എണ്ണി നിൽക്കുകയാണ് തമിഴ്നാട് സമൂഹം. അവിടെ നിൽക്കുമ്പോഴാണ് തൃച്ചി ഈസ്റ്റിൽ തൃഷയുടെ എൻട്രിയും കൂടെ വരാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് ഗോണ ബി മാജിക്കൽ തമിഴ്നാട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തമിഴ്നാട് പ്രവചനത്തിന് അതീതമായി മാറിയിരിക്കുന്നു. കൊളത്തൂരിൽ സ്റ്റാലിൻ പരാജയപ്പെട്ട് ഇന്നലെ സ്റ്റാലിൻ കാറിലേക്ക് പോകുമ്പോൾ മാധ്യമങ്ങളോടും ചുറ്റും കൂടിയിരുന്ന ആളുകളുടെ മുന്നിൽ കണ്ണീരോടെ നോക്കുന്ന കാഴ്ച വരെ കണ്ടു. സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ വൈറലാണ്. അതായത് സ്റ്റാലിനെ പുറത്താക്കി ഉദയനിധി സ്റ്റാലിനെ പ്രതിപക്ഷ നേതാവാക്കി വിജയ് അവിടെ CM ആയി വരികയാണെങ്കിൽ തമിഴ്നാട്ടിൽ പുതിയ ചരിത്രം എഴുതി കഴിഞ്ഞിരിക്കുന്നു. ആ ചരിത്രത്തിന് കൂടുതൽ ആക്കം കൂട്ടുന്ന രീതിയിലേക്ക് തൃഷയുടെ എൻട്രി കൂടെ വരുമ്പോഴാണ് മാധ്യമങ്ങൾ അല്ലെങ്കിൽ പൊതുസമൂഹം ചിന്തിച്ചിരിക്കുന്നതിനേക്കാളും ഒരു പടി മുകളിൽ വിജയ് നിൽക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, തൃഷയ്ക്ക് വളരാനുള്ള ഒരു കളമായിട്ട് തന്നെയാണ് വിജയ് 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചത് എന്നുള്ളത് തന്നെയാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ പെരമ്പൂരിലും തൃച്ചി ഈസ്റ്റിലും വേണമെങ്കിൽ വിജയ്ക്ക് ഒരു മണ്ഡലത്തിൽ മാത്രമായി നിൽക്കാമായിരുന്നല്ലോ. കാരണം വിജയ്ക്ക് അറിയാം, വിജയ് 2 മണ്ഡലങ്ങളിൽ നിന്നാൽ ആ 2 മണ്ഡലങ്ങളും TVK ജയിക്കും, അല്ലെങ്കിൽ വിജയ് ജയിക്കും എന്നുള്ളത് വിജയ്ക്ക് കൃത്യമായ ധാരണയുണ്ട്. കാരണം വിജയ് 2 വർഷം മുമ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതല്ല. പൊതുസേവനം വിജയ് ആരംഭിക്കുന്നത് 2000 മുതലാണ്. അവിടെ മുതൽ ഫ്രീ എഡ്യൂക്കേഷൻ, ഒരു സുനാമി വരികയാണെങ്കിൽ അതിനുള്ള ഫണ്ട് 2004 കാര്യമാണ് ഞാൻ പറയുന്നത്. 2004-5 കാലഘട്ടത്തിലുള്ള കാര്യമാണ് പറയുന്നത്. അതിനുശേഷം റെസിഡൻഷ്യൽ സ്കൂൾ കൊടുക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ പട്ടണത്തിൽ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നതായിക്കോട്ടെ, സേവനങ്ങളായിക്കോട്ടെ,
ഒരു കമ്പ്യൂട്ടർ ലാബ് ഉൾപ്പെടെ വിജയ് ചെയ്ത പല കാര്യങ്ങളും ഓരോ വർഷങ്ങൾ നമുക്ക് എണ്ണി പറയാനുണ്ട്. അത് അങ്ങനത്തെ സേവനങ്ങൾ വിജയ് ആരംഭിക്കുന്നത് വർഷം കുറേ, ഏകദേശം 2000 തൊട്ടാണെന്ന് പറയേണ്ടി വരും, 25 years. അപ്പോൾ വിജയ്ക്ക് ജനങ്ങളുടെ പൾസ് അറിയാം. വിജയ് ജനങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. ഈ ദളപതിയും ഇളയ ദളപതിയും ഒക്കെ ആവുന്നതിന് മുന്നേ വിജയ് ഇറങ്ങി ചെല്ലുന്നതാണ്. സെയിം വിത്ത് സൂര്യയും ഇതുപോലെ ഫൗണ്ടേഷൻ നടത്തുന്ന ആളാണ്. സൂര്യയും ഇതുപോലെ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന വ്യക്തിയാണ്. ഇതുപോലെ സേവനങ്ങൾ കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങി പോകുന്ന വ്യക്തിയാണ്. ഞാൻ പറയുന്നത് ഇവർക്കൊക്കെ പൾസ് അറിയാം. വിജയ്ക്ക് നല്ലോണം പൾസ് അറിയാം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു, വിജയ് ഇവിടെ തൃശ്ശയ്ക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ടൊരു കളം ഒരുക്കി എന്നുള്ള രീതിയിലാണ് നിലവിൽ ഇപ്പോൾ എല്ലാ ഔട്ട്പുട്ടും കാണുമ്പോൾ മനസ്സിലാവുന്നത്. വിജയ് 2 മണ്ഡലങ്ങളിൽ നിൽക്കും, അതിൽ വിജയ് ഒരെണ്ണം പിടിക്കും, മറ്റേ മണ്ഡലം തൃശ്ശയ്ക്ക് കൊടുക്കും. കാരണം ഓൾറെഡി അവിടെ TVKക്ക് വേണ്ടി വോട്ട് ചെയ്തവർ സ്വാഭാവികമായിട്ടും വേറൊരു കാൻഡിഡേറ്റ് വരുമ്പോൾ അവർ TVKക്ക് വേണ്ടി തന്നെ കൊടുക്കുള്ളൂ. കാരണം ഭരണം പിടിക്കാൻ പോകുന്നത് TVK ആണെന്ന് അവിടുത്തെ ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭരണം ഇനി ഒരു ഗുണവും ഇല്ലാത്ത ഇപ്പോൾ DMKക്ക് ഇനി അവിടെ ജയിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല, ADMK ജയിപ്പിച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ട് TVKക്ക് വോട്ട് കിട്ടും, അവിടെ തൃശ്ശ വരുന്നു, ജയിക്കുന്നു. ഇതാണ് മാത്തമാറ്റിക്. ഇത്രേ ഉള്ളൂ. ഇതൊരു റോക്കറ്റ് സയൻസ് പരിപാടിയല്ല. അവിടെ തൃശ്ശയെ നിർത്തുകയാണെങ്കിൽ TVKക്ക് ഗുണം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അവർ വിചാരിച്ചതുപോലെ രീതിയിൽ ജനങ്ങളെ അവർക്ക് അലൈൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമെന്നേ ഉള്ളൂ. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ നിലവിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. രാജതന്ത്രം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അത്രയും അറിഞ്ഞാണ് 2026 വിജയ് ഇത്തവണത്തെ ഇലക്ഷൻ മത്സരിച്ചത്. അല്ലാണ്ട് ഒരിക്കലും ഈ 107 സീറ്റും TVKക്ക് നേടാൻ കഴിയില്ല. എല്ലാ എക്സിറ്റ് പോളുകളും, അതായത് മൈ ആക്സിസ് ഒഴികെയുള്ള എല്ലാ എക്സിറ്റ് പോളുകളും 10 മുതൽ 30 സീറ്റ് മാക്സിമം ഗ്യാരണ്ടി ചെയ്ത TVKയാണ് ഇവിടെ ഭരണം പിടിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ തന്നെ 24 മണിക്കൂർ കഴിഞ്ഞ് തമിഴ്നാട് ഇലക്ഷൻ പിന്നിടുമ്പോൾ പോലും ഞാൻ ഇനിയും ആവർത്തിക്കുന്നു, ആൻറ്റി ക്ലൈമാക്സും സസ്പെൻസും ഡ്രാമയും ഒന്നും അവസാനിച്ചിട്ടില്ല. ഈ വരാൻ പോകുന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ TVK ഗവൺമെന്റ് ഫോം ചെയ്യുമ്പോൾ തന്നെ വലിയ വലിയ പിടിയാനകളും താപ്പാനകളും ഉൾപ്പെടെ TVKയുടെ കൂടെ വന്ന് ചേരും, ഭരണം രൂപീകരിക്കും. DMKക്ക് ഉണ്ടായിരുന്ന പ്രശ്നം, DMK ഘടകകക്ഷികളെ കൂട്ടിച്ചേർത്തപ്പോൾ പോലും മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട ഒരു റോളൊന്നും കൊടുത്തില്ല. TVK അവിടെ നിന്ന് വ്യത്യസ്തനാകാൻ പോവുകയാണ്. TVK കൂടെ വരുന്നവർക്ക് കൃത്യമായ സ്ഥാനങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ TVKയിൽ വരാൻ പോകുന്ന അടുത്ത 10 പേർ ഓർ 10+ ആളുകൾ വരാൻ പോകുന്നത് അല്ലെങ്കിൽ ചേരാൻ പോകുന്നവർ വലിയ വലിയ പേരുകളായിരിക്കും എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലും കൂടി തമിഴ്നാട് രാഷ്ട്രീയം മാറുകയാണെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ചരിത്രം മുഴുവൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് TVK ഒരു പുതുയുഗത്തിലേക്കാണ് തമിഴ്നാടിനെ കൊണ്ടുപോകാൻ പോകുന്നത്. ആ നേട്ടത്തിലേക്ക്, ആ മാറ്റത്തിലേക്ക് വരും നാളുകൾ ഓരോന്നോരോന്നായി കണ്ടുകൊണ്ടിരിക്കുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.